സാൻ ഫെർണാണ്ടോ കപ്പലിന്റെ വാർത്തയിലേക്ക് തന്നെയാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് ഇന്ന് ഔദ്യോഗിക സ്വീകരണം നൽകും. ആദ്യ ട്രയൽ റൺ ഇന്ന് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് ആതിര സരസ്വതി ചേരുന്നുണ്ട്. ആതിര, വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് ഇന്ന് ഔദ്യോഗിക സ്വീകരണം നൽകും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണത്. എപ്പോഴാണ് ചടങ്ങ്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വീണ, കേരളത്തെ സംബന്ധിച്ച് അഭിമാന നിമിഷം തന്നെയാണ്. എന്തായാലും ഇന്നാണ് നമ്മുടെ ആദ്യ ട്രയൽ റൺ വിഴിഞ്ഞത്ത് നടക്കുക. രാവിലെ 10 മണിയോടെ ആയിരിക്കും ചടങ്ങുകൾ ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ചടങ്ങുകൾക്ക് ഉദ്ഘാടനം ചെയ്യുക. ആദ്യമായി ഒരു ഔദ്യോഗിക സ്വീകരണം കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയും ഈ കപ്പലിന് നൽകും. അതിനുശേഷമായിരിക്കും ശിലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും ഒരുപാട് നാളുകൾക്ക് ശേഷം കാത്തിരുന്ന ശേഷമാണ് ഇത്തരം വലിയൊരു കാര്യം സംഭവിക്കുന്നത്. കേരളത്തിനും രാജ്യത്തിനും അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് വിഴിഞ്ഞം. നമുക്കറിയാം, രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. ഇനി നമുക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട, ചരക്ക് നീക്കത്തിന് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊളംബോ പോലെയുള്ള പോർട്ടുകളെയാണ് നമ്മൾ ഇത്രയും നാളും ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഈ കൊളംബോയിൽ 60% ചരക്കുകളും ഇന്ത്യയിലേക്കുള്ളതാണ്. ആ 60% ചരക്കുകളുടെയും ഗണ്യമായ ഒരു ഭാഗം ഇനി വിഴിഞ്ഞത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ചരക്കുകളും ഇനി ഇവിടെ വിഴിഞ്ഞത്തിറക്കിയ ശേഷമായിരിക്കും ട്രാൻസ്ഷിപ്മെന്റ് നടത്തുക. അത്തരത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു ഹബ്ബായിട്ട് വിഴിഞ്ഞം മാറുന്നത് രാജ്യത്തെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും വലിയ ഒരു കാര്യം തന്നെയാണ് എന്ന് വേണമെന്ന് എടുത്തു പറയാം. ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ട എല്ലാ പ്രകൃതിദത്തമായ കാര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. നമുക്കറിയാം, ഇവിടെ നിന്നും 20 നോട്ടിക്കൽ മൈൽ മാത്രമാണ് ഒരു അന്താരാഷ്ട്ര കപ്പൽ ചാനൽ. അതായത് ഇവിടെ നിന്നും നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തെത്തേണ്ട ദൂരം മാത്രം, വളരെ ചുരുങ്ങിയ ഒരു സമയം മാത്രം. ഒരു ഉദാഹരണം അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മാത്രമല്ല, ഇത്തരത്തിൽ കുറെ അനുമതികൾ, ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ട എല്ലാ അനുമതികളും, അതായത് വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള NSPC ക്ലിയറൻസ്, ISPS കോഡ്, സുരക്ഷയ്ക്കായി ഫോർട്ട് ഫെസിലിറ്റി, ഇന്റർനാഷണൽ കോഡ് എന്നിവയൊക്കെ ഈ തുറമുഖത്തിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു രാജ്യാന്തര ശ്രദ്ധ ഇവിടേക്ക് എത്തുന്നു. അതുപോലെ തന്നെ 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. 23 യാർഡ് ക്രെയിനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ നൂതന സാങ്കേതിക സംവിധാനങ്ങളും വിഴിഞ്ഞത്ത് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാം വീണ, ലോകത്തിന്റെ തന്നെ അന്താരാഷ്ട്ര തലത്തിലേക്ക് വിഴിഞ്ഞം ഒരു അഭിമാന കേന്ദ്രമായി മാറുന്ന കാഴ്ചയാണ് വരും വർഷങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. വീണ, അതിര നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേരളത്തെയൊക്കെ സംബന്ധിച്ച അഭിമാന നിമിഷമാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായി ഇനി കടന്നു പോകുന്നത്. അപ്പോൾ ഈ പ്രതിപക്ഷം ഇന്നലെ ഒരു കാര്യം ഉന്നയിച്ചിരുന്നു. വിഴിഞ്ഞം എന്നുള്ളത് UDFന്റെ സ്വപ്ന പദ്ധതിയാണെന്നും അത് യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്നും എന്നുള്ള അവകാശവാദവുമായി ഇന്നലെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയതാണ്. അപ്പോൾ ഈ ഒരു നേട്ടത്തെ പ്രതിപക്ഷം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരുടെ പ്രതിഷേധ പരിപാടികളെല്ലാം ഇന്ന് നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്താണ് വിവരങ്ങൾ? തീർച്ചയായും വീണ, രൂക്ഷമായ രാഷ്ട്രീയ പോരാണ് വിഴിഞ്ഞത്തെ ചൊല്ലി നടക്കുന്നത്. വേദിയിൽ ഇടമില്ലാത്തതിനാൽ വിഷമമില്ലെന്ന് അഹമ്മദ് ദേവർകോവിൽ പറയുന്നു. പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് ശശി തരൂർ പറയുന്നു. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഉമ്മൻചാണ്ടിയാണ് ഈ വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയതെന്ന് പ്രതിപക്ഷം പറയുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൈകുന്നേരം ക്ഷണമില്ലാത്തതിനാൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ഇത്തരത്തിലൊരു രൂക്ഷമായ രാഷ്ട്രീയ പോരിലേക്ക് വിഴിഞ്ഞം കടക്കുന്നു. മാത്രമല്ല, ലത്തീൻ സഭ പങ്കെടുക്കുന്നില്ല. ഇത്തരത്തിൽ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോഴും ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്താണ് നമ്മൾ മുന്നിലേക്ക് എത്തിയത്. ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ ഇത്തരം സമരങ്ങളെയും ഇത്തരം പ്രതിഷേധങ്ങളെയും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. തീർച്ചയായും ഒരു രാഷ്ട്രീയ പോര് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ആ രാഷ്ട്രീയ പോരിനെ അതിജീവിച്ചാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നത്. ഇതൊരു അതിജീവനത്തിന്റെ കഥ കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനാവും. എന്തായാലും ഇത് യാഥാർത്ഥ്യമാകുന്നതിലൂടെ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ എന്നതിലല്ല, നമ്മുടെ നാടിന്, നമ്മുടെ കേരളത്തിന്റെ അഭിമാനം എന്ന നിലയ്ക്ക് എല്ലാവരും കാണണമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. വീണ,
അതായത് ആതിര, നമ്മൾ ഈ ഒരു സാൻ ഫെർണാണ്ടോ കപ്പലിൻ്റെ പ്രത്യേകതകളെല്ലാം ഒന്നുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഈ 110-ലേറെ രാജ്യങ്ങളിൽ കാർഗോ സർവീസ് നടത്തുന്ന ഒരു ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ കപ്പൽ, ആ ഒരു കമ്പനിയായ മെസ്കിൻ്റെ കപ്പലാണ് ഈ സാൻ ഫെർണാണ്ടോ. അപ്പോൾ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മൾ ഇന്നും ഈ ഒരു കാര്യത്തിൽ തന്നെയാണ് കൂടുതലും നിൽക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരിലേക്ക് നമുക്ക് ആ കപ്പലിൻ്റെ പ്രത്യേകതകൾ കൂടി അറിയിക്കണം. എന്തൊക്കെയാണ് മറ്റു പ്രത്യേകതകൾ? തീർച്ചയായും വീണ, വിഴിഞ്ഞത്തെത്തുന്ന ആദ്യത്തെ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ. മദർഷിപ്പ് എന്ന് വെച്ചാൽ ഏകദേശം 20,000-ൽ കൂടുതൽ കണ്ടെയ്നറുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കപ്പലിനെയാണ് മദർഷിപ്പ് എന്ന് പറയുന്നത്. ഈ മദർഷിപ്പ് ഏകദേശം 20 മീറ്റർ താഴെ മാത്രം നങ്കൂരമിടാൻ ശേഷിയുള്ള കപ്പലുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഴിഞ്ഞത്തിന് അത്തരമൊരു പ്രത്യേകതയുണ്ട്. ഏകദേശം 20 മീറ്റർ മുതൽ 24 മീറ്റർ വരെ സ്വാഭാവിക ആഴമുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. ഈ സാൻ ഫെർണാണ്ടോയെ പറ്റി പറയുമ്പോൾ ഡാനിഷ് കമ്പനിയായ മെസ്കിന്റെ ചാർട്ടേഡ് മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ. ലോകത്തെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയാണ് മെസ്ക. ലോകമെമ്പാടും ഇവർ ചരക്ക് നീക്കം നടത്തുന്നുമുണ്ട് എന്നതുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മെസ്കിന്റെ സാനഫ് സീരീസിൽ 4 കപ്പലുകളാണുള്ളത്. അതിലൊന്നാണ് സാൻ ഫെർണാണ്ടോ. ചൈനയിലെ സിയാമിൻ തുറമുഖത്ത് നിന്നായിരുന്നു ജൂലൈ 2-ാം തീയതി ഈ കപ്പൽ പുറപ്പെട്ടത്. ആ കപ്പലാണ് 2000 കണ്ടെയ്നറുകളുമായിട്ട് വിഴിഞ്ഞം തീരത്തെത്തിയത്. ഇന്നലെ മുതൽ തന്നെ ഇവിടെ ഈ കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ എടുക്കാൻ ആരംഭിച്ചിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെ ഏകദേശം 42 കണ്ടെയ്നറുകൾ ഒരു 5 മണിയോടെയൊക്കെ ഇവർക്ക് ഇറക്കാൻ കഴിഞ്ഞിരുന്നു. സാവധാനമാണ് ഈ കണ്ടെയ്നറുകൾ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് 3 മണിക്ക് എല്ലാ 1930 കണ്ടെയ്നറുകളാണ് ഈ വിഴിഞ്ഞത്ത് ഇറക്കേണ്ടത്. അതിനുശേഷം തിരിച്ചു ഇന്ന് 3 മണിക്ക് പോകുമെന്നായിരുന്നു ആദ്യം നമുക്ക് സൂചന ലഭിച്ചിരുന്നതെങ്കിലും ഇത് ഒരു ദിവസം വൈകി നാളെയോടുകൂടിയാണ് പോകുക എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിന് കാരണം ആദ്യ ട്രയൽ റൺ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സാവധാനമായിരിക്കും ഈ കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ ഇറക്കുക. ആ ഒരു സാവധാനത്തിന്റെ ഭാഗമായാണ് കപ്പലിന് വൈകി തിരിച്ചു പോകാൻ സാധിക്കുക. മാത്രമല്ല ഇനിയും 3 മാസത്തോളം ചരക്ക് കപ്പലുകൾ ഇങ്ങനെ വിഴിഞ്ഞത്തെത്തിക്കൊണ്ടിരിക്കും. ഒക്ടോബറിൽ കമ്മീഷനിങ് നടക്കും. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ആദ്യ ചരക്ക് കപ്പൽ എത്തിയതോടുകൂടി തന്നെ വിഴിഞ്ഞത്തിന് സാമ്പത്തികമായി നേട്ടം ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അത്തരം ഒരു നേട്ടം ഒരുപാട് തൊഴിലവസരങ്ങളിലേക്ക് വഴിവെക്കുന്നുണ്ട്. ലോജിസ്റ്റിക്, അതുപോലെ തന്നെ ഇവിടെ നേരത്തെ മന്ത്രിമാർ പ്രഖ്യാപിച്ചിരുന്നത് പോലെ സീ ഫുഡിൻ്റെ ഒരു ബിസിനസ്, അത്തരത്തിൽ ഒരുപാട് മേഖലകളിലേക്ക് തൊഴിലവസരങ്ങൾ തുറക്കുന്നു എന്നത് വലിയൊരു പ്രത്യേകതയാണ്. ഒരുപാട് ജനങ്ങൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു കേന്ദ്രം കൂടിയായിട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറുന്നത് എന്നുള്ളത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. വീണ, ഈ ട്രയൽ റൺ ഇത് എത്ര നാൾ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആതിര? 3 മാസമാണ് ട്രയൽ റൺ നടക്കുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ വർഷം തന്നെ കമ്മീഷനിങ് നടത്തുമെന്നും മന്ത്രിമാർ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒക്ടോബറോടെ ആയിരിക്കും വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് നടക്കുക. ഇനി ഈ ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ചരക്ക് കപ്പലുകൾ ഇവിടെ എത്തുകയും ട്രാൻസ്ഷിപ്മെന്റ് നടത്തുകയും ചെയ്യും. അതായത് ഈ ട്രാൻസ്ഷിപ്മെന്റ് പ്രക്രിയ എന്ന് വെച്ചാൽ ഒരു തുറമുഖത്ത് നിന്ന് എടുക്കുന്ന ചരക്ക് അവസാന സ്ഥലത്തെത്തുന്നതിന് മുമ്പ് മറ്റൊരു തുറമുഖത്ത് നിർത്തി വേറൊരു കപ്പലിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് ട്രാൻസ്ഷിപ്മെന്റ്. കാരണം നമുക്കറിയാം, നമ്മൾ ഈ വിഴിഞ്ഞം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് ട്രാൻസ്ഷിപ്മെന്റ് ആണ്. അതുകൊണ്ട് മാത്രമാണ് ഇതൊന്ന് വിവരിച്ചത്. അതായത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ട ഒരു ചരക്ക് ഇപ്പോൾ കൊളംബോയിൽ എത്തിക്കും. അവിടെ നിന്ന് മദർഷിപ്പിൽ കയറ്റിയതിനു ശേഷമായിരിക്കും ചരക്ക് എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ സാധാരണ നിലയിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് പോകേണ്ട ചരക്ക് കൊളംബോയിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് ലക്ഷ്യസ്ഥാനം ദുബായിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമാണെങ്കിൽ അവിടേക്ക് എത്തിക്കുന്നു. ഇത്തരത്തിലായിരുന്നു ഇത് നടന്നുകൊണ്ടിരുന്നത്, പ്രക്രിയ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി നമുക്ക് ഇന്ത്യക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. ഇന്ത്യക്ക് സ്വന്തം രാജ്യത്ത് തന്നെ ട്രാൻസ്ഷിപ്മെന്റ് നടത്താം. അതുമാത്രമല്ല, മറ്റ് രാജ്യങ്ങൾ നമ്മളെ ആശ്രയിക്കുന്നു. കാരണം കൊളംബോയിൽ ഒരുപാട് തിരക്കുണ്ട്. ദിവസങ്ങളോളം കപ്പൽ കമ്പനികൾ കാത്തു കെട്ടിക്കിടന്നിട്ടാണ് ഈ ചരക്കുകൾ കയറ്റിവിടുന്നത്. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വിഴിഞ്ഞത്ത് ഇത്തരം രാജ്യങ്ങളും ചരക്കുകൾ ഇറക്കുന്ന ഒരു ഹബ്ബായിട്ട് മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. മദർഷിപ്പ് കയറുന്ന പോർട്ടുകളിൽ പല രാജ്യത്തുമില്ല. അപ്പോൾ അത്തരമൊരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കൂടിയാകുകയാണ് വിഴിഞ്ഞം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വീണ, വ്യക്തമാണ് ആതിര. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് ഇന്ന് ഔദ്യോഗിക സ്വീകരണം നൽകും. ആദ്യ ട്രയൽ റണ്ണാണ് ഇന്ന് നടക്കാൻ ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ട്രയൽ റൺ
ഉദ്ഘാടനം ചെയ്യുക. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളെല്ലാം ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. എന്തായാലും വിഴിഞ്ഞത്തിന്റെ ചിരകാല സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ നിമിഷമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിഴിഞ്ഞത്ത് നിന്ന് ആതിര സാരസ്വതാണ്.